അപ്പോൾ ഇന്ന് കാണിക്കുന്നത് സ്ലീവ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യാമെന്ന് കാണിക്കുന്നത്. നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്ലീവായിട്ട് പിന്നെ ഇങ്ങനെ രണ്ടിൻ്റെയും സെൻറ്റർ, ഷോൾഡറിൻ്റെ സെൻറ്റർ പിന്നെ സ്ലീവിൻ്റെ സെൻറ്റർ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിന്ന് കുറച്ചിങ്ങ് തയ്ച്ച് വരിക രണ്ടും കൂടി. അതിന് ശേഷം ഈ രണ്ടിൻ്റെയും ലാസ്റ്റ് ഭാഗം ഒന്നിച്ച് പിടിക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് തയ്ച്ച് വരികയാണ്, ചിലപ്പോൾ അതിങ്ങനെ തയ്ച്ച് വരികയാണ്, ചിലപ്പോൾ അത് കൂടിയും കുറയാനും ചാൻസ് ഉണ്ട്. അതിന് ഒരു എളുപ്പ വഴിയാണ് ഈ ഭാഗത്തു നിന്ന് രണ്ടും ഒന്നിച്ച് പിടിക്കുക, ഈ ലാസ്റ്റ് എൻഡിൽ നിന്ന്. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒരേ രീതിയിൽ പിടിച്ചിട്ട് ലാസ്റ്റ് പിന്നെ കറക്റ്റ് പിടിക്കണം. അപ്പോൾ നമ്മൾ കൂടിയും കുറയും ഒന്നും കിട്ടാതെ നമുക്ക് തയ്ക്കാൻ പറ്റും. അഥവാ ഇനി ഒന്ന് കൂടുതലുണ്ടെങ്കിൽ ആ ഭാഗം ഏതാ കുറവ് എന്ന് വെച്ചാൽ അതിൽ വലിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ കട്ടിങ്ങൊക്കെ ഏകദേശം ലെവലായിരിക്കുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചിങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ പിടിക്കേണ്ടതുണ്ട്. ഇത്രയും കൂടുതലോ അങ്ങനെയൊക്കെ വരും. നമ്മളങ്ങനെ തയ്ക്കുമ്പോഴും ചിലത് ഒന്ന് ചുരുണ്ടിട്ടും ഒന്ന് ചുരുളാതെയൊക്കെ ഇരിക്കും. ഇതുണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ പിടിക്കുക ആദ്യം. പിൻ ചെയ്ത് വെക്കണേ പിൻ ചെയ്ത് വെക്കട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ഭാഗം ഇങ്ങനെ പിടിച്ച് വന്നിട്ട് ഇവിടെ ഈ സെൻറ്ററിൽ നമ്മൾ കറക്റ്റാക്കി കൊടുക്കുക. ഇതുണ്ട്, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അപ്പോൾ ഇവിടെ കുറച്ച് കൂടിയും കുറഞ്ഞ് ചിലപ്പം ചില സമയം ഇതിലൂടെ കുറച്ചുകൂടി കൂടുതലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് വലിച്ച് പിടിക്കുക. അങ്ങനെ ചെറുതായി വലിച്ചു കൊടുത്താൽ മതി. അങ്ങനെ വലിച്ചു കൊടുത്താൽ അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അതുപോലെ നമ്മൾ ബ്ലൗസ് ചുരിദാറൊക്കെ നമ്മൾ കടയിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ ബോഡിയും സ്ലീവും ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഇത് രണ്ടും കൂടി ഇതാക്കുക. അപ്പോൾ റൗണ്ടായിട്ടാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, കറക്റ്റ് പെർഫെക്റ്റിൽ എവിടെയും തയ്യൽ തുമ്പൊന്നും കൂടുതലില്ലാണ്ട് കിട്ടിയില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കെന്താ, പിന്നെ നമുക്ക് ഇപ്പോൾ അഥവാ തടിയുള്ളവർക്ക് പെട്ടെന്ന് തടി കുറയേ കൂട്ടൊക്കെ ചെയ്യേണ്ടി വന്നാൽ പിന്നെ അത് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റ് എപ്പോഴായാലും കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ തുന്നയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ. ഇനി ഈ ഷോൾഡറിൽ നിന്ന് വീണ്ടും തിരിച്ച് വെച്ചതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് വരിക. കുറച്ച് തയ്ച്ച് വെച്ചതിന് ശേഷം പിന്നെ ഒരു ലേശം അങ്ങോട്ട് തയ്ച്ച് വെക്കണം കേട്ടോ. കുറച്ചങ്ങ് തയ്ച്ച് വെച്ചതിന് ശേഷം ബാക്കിയാണ് നമ്മൾ ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ പിടിച്ച് വരിക. ഇവിടെ കറക്റ്റ് പിടിക്കണം കേട്ടോ. ഇവിടെ പിടിച്ചതിന് ശേഷം ഇത് കണ്ടില്ല, നമ്മളിപ്പോൾ എങ്ങനെ പിടിച്ചാലും ഒന്ന് കൂടിയും കുറഞ്ഞേ ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പിടിച്ച് പോവുക, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെക്കണം. എന്താ പറഞ്ഞാൽ ഫസ്റ്റിലൊക്കെ ചിലപ്പോൾ അത് പ്രാക്ടീസായി വരണമെന്നില്ല. അതുപോലെ ഏതാ കൂടുതൽ ഏതാ കുറവ് നോക്കുക. അപ്പോൾ ഈ കുറവുള്ളത് വലിച്ച് പിടിച്ചിട്ട് അതിലേക്ക് കറക്റ്റാക്കി വെക്കുക. വലിക്കാൻ ഓവർ വലിക്കരുത്, അപ്പോൾ ബോറുണ്ടാവും. ഒരു ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി, അപ്പോൾ കറക്റ്റ് കിട്ടും. എന്നിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് തയ്ച്ചിങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ സൈഡിലൂടെ തയ്ച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, 2 സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇത് നമ്മൾ പിന്നെ തുന്നയിക്കാനോ ഒന്നും നോക്കണ്ടല്ലോ. പിന്നെ ലോക്കും ചെയ്യുകയാണെങ്കിൽ ലോക്കും ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാം. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.